മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് പ്രോട്ടോകോൾ പ്രകാരം എല്ലാ നടപടികളും സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 175 പേർ സമ്പർക്ക പട്ടികയിലുണ്ടെന്നും അതിൽ 13 സാമ്പിളുകൾ നെഗറ്റീവാണെന്നും 26 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞ മന്ത്രി മരിച്ച യുവാവ് ബംഗളൂരുവിൽ പഠിച്ചതിനാൽ കർണാടക സർക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കി. അതേസമയം മഞ്ചേരി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു യുവാവിന് മങ്കി പോക്സ് സംശയമുണ്ടെന്നും മുൻകരുതലുകൾ സ്വീകരിച്ചതായും മന്ത്രി വീണ ജോർജ് കൂട്ടിച്ചേർത്തു. അപ്പോൾ 8-9 ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തീവ്രമായ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്ന ദിവസങ്ങൾ. 7, 8, 9. അപ്പോൾ ആ ദിവസങ്ങളിൽ ഏറ്റവും ക്ലോസ് കോണ്ടാക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നവർ, അവർക്കാണ് കൂടുതലായിട്ട് സാധ്യത ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ ഹയസ്റ്റ് റിസ്ക്, ഹൈ റിസ്കിൽ തന്നെ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്ത് ഹയസ്റ്റ് റിസ്ക് ആയിട്ടുള്ളവരെ കണ്ടെത്തിയിട്ടുണ്ട്. അത് 26 പേരാണ്. ആ 26 പേർക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെ നൽകുന്ന നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ദുബൈയിൽ നിന്ന് നാട്ടിലെത്തിയ ഒരു യുവാവിനാണ് ഈ രോഗലക്ഷണങ്ങൾ ഉള്ളത്. അപ്പോൾ വന്നതിന് ശേഷം ഈ ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിൽ കുടുംബാംഗങ്ങളോടും ഒരു വേറെ റൂമിലാണ് അദ്ദേഹം കഴിഞ്ഞത്. പ്രത്യേക ടോയ്ലറ്റാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിക്കോഷൻ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിശോധനാ ഫലം വന്നാൽ ഉടൻ തന്നെ കാര്യങ്ങൾ അറിയിക്കുന്നതാണ്.